Hello dear students, welcome to Math Root. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള റിയൽ അനാലിസിസ് 1ലെ എക്സസൈസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. എക്സസൈസ് 3. Let f of x equal to 1 divided by x square, x not equal to 0, x belongs to R. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് f of x equal to 1 by x square, x 0 ആവാൻ പാടില്ല. ഈ x എന്താണ്? റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിറ്റർമിൻ ദ ഡയറക്റ്റ് ഇമേജ് f of e where e equal to set of all x belongs to R such that 1 less than or equal to x less than or equal to 2. നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്. ഏതാണ്? x റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. x ന്റെ വാല്യൂ 1 മുതൽ 2 വരെ എന്ന് പറയുമ്പോൾ അത് എന്താണ്? റിയൽ നമ്പേഴ്സിലെ റിയൽ നമ്പർ ലൈനിലെ x ന്റെ വാല്യൂ 1 മുതൽ x ന്റെ വാല്യൂ 2 വരെയുള്ള ഈ സെറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു ക്ലോസ്ഡ് ഇന്റർവെൽ ആണ്. ക്ലോസ്ഡ് ഇന്റർവെൽ 1, 2 എന്നുള്ള സെറ്റ് ആണിത്. അതാണ് നമ്മുടെ ഈ എന്നുള്ള സെറ്റ്. ആ സെറ്റിന്റെ ഈ ഫംഗ്ഷന്റെ അണ്ടറിലുള്ള ഇമേജ് എന്തായിരിക്കും എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് ഇ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് ഇ ഈക്വൽ ടു നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x². ഇനി എഫ് ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റിൽ 1/x² ആണ് ഉണ്ടായിരിക്കുക. കാരണം എന്താണ്? ഈ ഇ എന്നുള്ള സെറ്റിലുള്ള എലമെന്റ്സ് എന്താണ്? അത് എക്സുകളാണ്. ഓക്കെ, അപ്പൊ എക്സുകളാണ് നമ്മൾ എഫിനകത്ത് പുട്ട് ചെയ്യുന്നത്. സോ എഫ് ഓഫ് ഇ എന്നുള്ളത് എന്തായിരിക്കും? 1/x²കളാണ്. ഇനി എക്സിന്റെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യും? 1 മുതൽ 2 വരെയാണ് എക്സിന്റെ വാല്യൂ വേരി ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കൂ, നമ്മൾ ഒരു ഫംഗ്ഷന് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞതിന് പകരം y ഈക്വൽ ടു എന്ന് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണല്ലോ നമ്മുടെ 1/x² ആണല്ലോ നമ്മുടെ എഫ് ഓഫ് എക്സ്. അപ്പൊ അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? നമ്മുടെ ഇമേജിന് നമ്മൾ y എന്നാണ് ഡിനോട്ട് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് പകരം y എന്ന് കൊടുക്കാം. ഇനി നോക്കൂ, നമ്മൾ എക്സിന് ഇതിലെ 1 ഉള്ള വാല്യൂ ഈ ഫംഗ്ഷനിൽ കൊടുത്തു നോക്കാം. അപ്പൊ നമുക്ക് എന്തായിരിക്കും വാല്യൂ കിട്ടുന്നത്? 1/x ന് നമ്മൾ ഇതിന്റെ ഏറ്റവും ചെറിയ വാല്യൂ 1 കൊടുക്കുമ്പോൾ 1/x² എന്ന് പറയുമ്പോൾ 1/1² എന്ന് പറയുമ്പോൾ നമുക്ക് 1 കിട്ടും. ഇതേപോലെ ഈ എക്സിന്റെ ഏറ്റവും വലിയ വാല്യൂ 2 നമ്മൾ എന്ത് ചെയ്യാം? ഫംഗ്ഷനിൽ കൊടുത്തു നോക്കാം. 1/2² എന്ന് പറയുമ്പോൾ 1/4. ഓക്കെ, എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് വലിയ വാല്യൂ 2 കൊടുക്കുമ്പോൾ ചെറിയ വാല്യൂ കിട്ടുന്നത്. എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, കുറഞ്ഞു വരുന്ന ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ y വാല്യൂസ് നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? തിരിച്ചു എഴുതാം. ഓക്കെ, എന്ന് പറയുമ്പോൾ 1 നമ്മൾ ഏറ്റവും വലിയ വാല്യൂ ആയിട്ട് എഴുതുക, y വാല്യൂ ആയിട്ട് എഴുതുക. ഓക്കെ, ഇവിടെ ഈ 2 കൊടുക്കുമ്പോൾ കിട്ടുന്ന 1/4 എന്നുള്ള വാല്യൂ നമ്മൾ ഏറ്റവും ചെറുതായിട്ട് എഴുതാം. സോ y വാല്യൂ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്തായിരിക്കും? 1/4 അതിന് മേലേക്കുള്ള വാല്യൂ ആയിരിക്കും, 1 അതിന് താഴേക്കുള്ള വാല്യൂ ആയിരിക്കും. സോ ഈ ഫംഗ്ഷൻ എന്താണ്? ചെറിയ വാല്യൂ കൊടുക്കുമ്പോൾ വലിയ വാല്യൂ കിട്ടുന്നുണ്ട്, ചെറിയ x വാല്യൂ കൊടുക്കുമ്പോൾ വലിയ y വാല്യൂ കിട്ടുന്നുണ്ട്, വലിയ x വാല്യൂ കൊടുക്കുമ്പോൾ ചെറിയ y വാല്യൂ കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് മീനിങ് എന്താണ്? ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? ഇതാണ് നമ്മുടെ ഇമേജ് സെറ്റ്. ഓക്കെ, സോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? y ന്റെ വാല്യൂ 1/4 മുതൽ 1 വരെ എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് ഇന്റർവെൽ 1/4 1 എന്ന് എഴുതാം. നെക്സ്റ്റ്, ഡിറ്റർമിൻ ദ ഇൻവേഴ്സ് ഇമേജ് f ഇൻവേഴ്സ് ഓഫ് g where g equal to set of all x belongs to R such that 1 less than or equal to x less than or equal to 4. നമുക്കിവിടെ g എന്നുള്ള ഒരു സെറ്റ് തന്നിട്ടുണ്ട്. 1 മുതൽ 4 വരെയാണ് x ന്റെ വാല്യൂസ് ഉള്ളത്. ഓക്കെ, ഇനി നോക്കൂ, എന്ന് പറയുമ്പോൾ അത് ക്ലോസ് ഇന്റർവെൽ 1, 4 ആണ്. ഓക്കെ, നമ്മൾ ഇന്റർവെൽ എടുക്കുകയാണെങ്കിൽ റിയൽ ലൈനിലെ 1 മുതൽ 4 വരെയുള്ള കംപ്ലീറ്റ് വാല്യൂസ് എടുക്കാം. ഓക്കെ, ഇതാണ് എന്ത്? g എന്നുള്ള സെറ്റ്. ഈ g എന്നുള്ള സെറ്റിന്റെ ഇൻവേഴ്സ് ഇമേജ് അണ്ടർ f നമ്മൾ ഫൈൻഡ് ചെയ്യുക. എന്ന് പറയുമ്പോൾ f ഇൻവേഴ്സ് ഓഫ് g നമ്മൾ ഫൈൻഡ് ചെയ്യാം. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് f ഓഫ് x ഈക്വൽ ടു y ആണെങ്കിൽ, ഓക്കെ, അതായത് x ന്റെ ഇമേജ് f ഓഫ് x നമ്മൾ y എന്നാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ f ഇൻവേഴ്സ് ഓഫ് y എന്തായിരിക്കും? f ഇൻവേഴ്സ് ഓഫ് y എന്നുള്ളത് അത് x ആയിരിക്കും. ഓക്കെ, സോ f ഇൻവേഴ്സ് ഓഫ് y ഉള്ള ഒരു സെറ്റ് അതിന് നമ്മൾ g എന്ന് എടുത്തു കഴിഞ്ഞാൽ f ഇൻവേഴ്സ് ഓഫ് g യിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? x വാല്യൂസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത് നോക്കൂ, നമ്മുടെ ഫംഗ്ഷൻ f ഓഫ് x അതിന്റെ വാല്യൂസ് മാക്സിമം വാല്യൂ 4 ഉം മിനിമം വാല്യൂ 1 ഉം. ഓക്കെ, f ഓഫ് x ന്റെ മാക്സിമം വാല്യൂ 4 ഉം മിനിമം വാല്യൂ 1 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് f ഓഫ് x ന്റെ ഡെഫിനിഷൻ ആയിട്ടുള്ള 1/x² ന്റെ മാക്സിമം വാല്യൂ 4 ആണ്, മിനിമം വാല്യൂ 1 ആണെന്ന് കൊടുക്കാം. സോ സെറ്റ് ഓഫ് ഓൾ x such that 1 less than or equal to 1/x² less than or equal to 4. ഓക്കെ, ഇത് നോക്കൂ, ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം.
ഈ ഇനീക്വാലിറ്റി ഇങ്ങനെയാണുള്ളത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. നമ്മൾ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, കാരണം നമുക്ക് എക്സ് ആണ് വേണ്ടത്. എന്ന് പറയുമ്പോൾ 1/1, ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പിന്നെ 1/x², ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 1/4. കംപ്ലീറ്റ് നമ്മൾ റെസിപ്രോക്കൽ എടുത്തു. നോക്കൂ, ഇനീക്വാലിറ്റി തിരിഞ്ഞു വന്നു. നോക്കൂ, 1/1 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 1/1/x² എന്ന് പറയുമ്പോൾ x² ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4. നോക്കൂ, നമുക്ക് ഇതിനെ തല തിരിച്ച് എഴുതി കഴിഞ്ഞാൽ, ഇവിടുന്ന് റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതി കഴിഞ്ഞാൽ 1/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇത് രണ്ടും സെയിം ആണ്. ഈ ഒരു ഇനീക്വാലിറ്റി ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സെറ്റ് ഓഫ് ഓൾ x such that 1/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. നോക്കൂ, ഈ ഒരു ഇനീക്വാലിറ്റി നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഇത് നമ്മൾ രണ്ട് ഇനീക്വാലിറ്റി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 1/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x², അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. അതുപോലെ x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. നോക്കൂ, ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാം. നോക്കൂ, ഇത് ഞാൻ തിരിച്ചെഴുതി, x² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 എന്ന് എഴുതി. ഇതിന്റെ മീനിങ് എന്താണ്? ഒരു നമ്പറിന്റെ സ്ക്വയർ 1/4 അതിനേക്കാൾ വലുതായിരിക്കണം. നമുക്കറിയാം ഒരു നമ്പറിന്റെ സ്ക്വയർ അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഈ നമ്പർ ഫൈൻഡ് ചെയ്യാൻ റൂട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ രണ്ട് ആൻസർ വരും. കാരണം ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 1/2ന്റെ സ്ക്വയർ എത്രയാണ്? 1/4 ആണ്. മൈനസ് 1/2ന്റെ സ്ക്വയർ എത്രയാണ്? 1/4 ആണ്. അപ്പൊ ഈ 1/4ന്റെ റൂട്ട് എടുക്കുമ്പോൾ അത് ഒന്നുകിൽ 1/2 ആയിരിക്കാം, അല്ലെങ്കിൽ 1/4ന്റെ റൂട്ട് എടുക്കുമ്പോൾ ഒന്നുകിൽ -1/2 ആയിരിക്കാം. രണ്ട് സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ട് ആൻസർ ഡീൽ ചെയ്യണം, ഒന്ന് പ്ലസും ഒന്ന് മൈനസും. അപ്പൊ നോക്കൂ, നമ്മൾ പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ, ഇവിടെ റൂട്ട് എടുക്കുകയാണെങ്കിൽ, പോസിറ്റീവ് റൂട്ട് എടുക്കുകയാണെങ്കിൽ x² റൂട്ട് x ആവും. ഓക്കെ, ഇനീക്വാലിറ്റി അതേപോലെ തന്നെ ഇവിടെ റൂട്ട് എടുക്കാം, റൂട്ട് 1/4. ഇനി നെഗറ്റീവ് ആൻസറിന്റെ പിന്നെ ഇനീക്വാലിറ്റി എടുക്കുകയാണെങ്കിൽ ഇവിടെ x² റൂട്ട് x. ഇനി നെഗറ്റീവ് എടുക്കുമ്പോൾ നമ്മൾ ഇനീക്വാലിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിട്ട് വരും? തിരിഞ്ഞു വരും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എടുത്തു, ഇവിടെ മൈനസ് ഉള്ള റൂട്ട് എടുത്തു, മൈനസ് റൂട്ട് 1/4. നോക്കൂ, ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 1/2 എന്ന് കിട്ടും, ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ -1/2 എന്ന് കിട്ടും. ഓക്കെ, മൈനസ് പുറത്തുണ്ട്, -1/2 എന്ന് കിട്ടി. ഇനി നോക്കൂ, 1/2 അതിനേക്കാൾ വലുതായിരിക്കണം x. അതുകൊണ്ട് മീനിങ് എന്താണ്? നമ്മൾ x ആക്സിസ് വരയ്ക്കുകയാണെങ്കിൽ, സിമ്പിൾ ആയിട്ട് നമ്മൾ x ആക്സിസ് വരയ്ക്കുകയാണെങ്കിൽ അവിടെ ഒരു 1/2 നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഈ 1/2 അതിനേക്കാൾ വലുതായിട്ടുള്ള വാല്യൂസ് എന്ന് പറയുമ്പോൾ അത് 1/2 അതിന് മേലേക്കുള്ള വാല്യൂസ് എന്ന് പറയുമ്പോൾ 1/2 മുതൽ ഇൻഫിനിറ്റി വരെ, അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. എക്സ് 1/2 അതിനേക്കാൾ വലുതായിരിക്കണം എന്ന് പറഞ്ഞാൽ 1/2 ഇൻഫിനിറ്റി, ക്ലോസ് ഇന്റർവെൽ 1/2 ഇൻഫിനിറ്റി. ഇനി നോക്കൂ, ഇതിന്റെ മീനിങ് എന്താണ്? എക്സ് ലെസ് ദാൻ ഒരിക്കൽ -1/2, -1/2 അതിനെ താഴേക്കായിരിക്കണം എക്സ് വാല്യൂസ്. അപ്പൊ നോക്കൂ, ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, -1/2, -1/2 അതിന് താഴേക്കാണ് എക്സ് വാല്യൂസ് എന്ന് പറയുമ്പോൾ അത് ഈ ഇന്റർവെൽ ഇങ്ങോട്ടേക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ ഇന്റർവെൽ ഏതായിരിക്കും? -∞, ക്ലോസ് ഇന്റർവെൽ 1/2, അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഇന്റർവെൽ. ഓക്കെ, അപ്പൊ നോക്കൂ, എക്സിന്റെ വാല്യൂ ഒന്നുകിൽ ഇതിലുണ്ടായിരിക്കും, ഇതിലുണ്ടായിരിക്കും. അപ്പൊ നോക്കൂ, ഈ രണ്ട് എക്സ് വാല്യൂസും ആണ് ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, നമ്മൾ ഈ രണ്ട് ഇന്റർവെലിന്റെയും യൂണിയൻ എടുക്കണം. കാരണം ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വാല്യൂസ് എന്ന് പറയുന്നത് അത് ഈ ഇന്റർവെല്ലിലുണ്ട്, ഈ ഇന്റർവെല്ലിലുണ്ട്. അപ്പൊ നമ്മൾ എന്താ യൂണിയൻ എടുക്കണം. നോക്കൂ, എക്സ് ബിലോങ്സ് ടു -∞, -1/2 യൂണിയൻ 1/2 ഇൻഫിനിറ്റി. ഇനി ഇവിടുത്തെ x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള ഇനീക്വാലിറ്റിയെ നോക്കൂ, നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. റൂട്ട് എടുക്കുമ്പോൾ x² റൂട്ട് x എടുത്തു, പ്ലസ് വാല്യൂ ഒന്നുണ്ടായിരിക്കും, സോ പ്ലസ് റൂട്ട് 1 എടുത്തു. അതുപോലെ ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ എക്സ്, ഇനി മൈനസ് റൂട്ട് എടുക്കുമ്പോൾ അത് ഇനീക്വാലിറ്റി തിരിഞ്ഞു വരും. സോ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -റൂട്ട് 1. നോക്കൂ, ഇവിടെ റൂട്ട് 1 എന്ന് പറയുമ്പോൾ 1, ഇവിടെ -റൂട്ട് 1 എന്ന് പറയുമ്പോൾ -1. നോക്കൂ, 1 1നേക്കാൾ താഴെയാണ് എക്സിന്റെ വാല്യൂസ് എന്ന് പറയുമ്പോൾ നോക്കൂ, ഏതാണ് ഇന്റർവെല്? 1 1നേക്കാൾ താഴെ എന്ന് പറയുമ്പോൾ ഇതാണ് ഇന്റർവെല്. ഓക്കെ, ഇതേപോലെ -1 അതിനേക്കാൾ വലുതാണ് എക്സ് എന്ന് പറയുമ്പോൾ -1 അതിനേക്കാൾ വലുത് എന്ന് പറയുമ്പോൾ ഇതാണ് എക്സ്. നോക്കൂ, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എവിടെയാന്ന് നോക്കുക. അത് ഏതാണ് ഇന്റർവെല്? അത് രണ്ടും കൂടെ ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഈ ബ്ലൂവും റെഡും ലൈന് ഒരുമിച്ച് വരുന്ന എക്സ് വാല്യൂസ് ഏതൊക്കെയാണ്? -1 മുതൽ 1 വരെയാണ്. സോ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? ക്ലോസ് ഇന്റർവെൽ -1 1. ഓക്കെ, ഇനി നോക്കൂ, തൊട്ട് മുമ്പ് നമുക്ക് കിട്ടിയ എക്സിന്റെ വാല്യൂസ് ഇതായിരുന്നു എന്ന് പറയുമ്പോൾ -∞, -1/2 എന്ന് പറയുമ്പോൾ ഈ ഭാഗം. അതേപോലെ
1/2 ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഈ ഭാഗം. ഓക്കെ, ഇൻക്ലൂഡിങ് -1/2 ആൻഡ് 1/2. ഇനി നോക്കൂ, ഇവിടെ നമുക്ക് കിട്ടിയ എക്സ് വാല്യൂസ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ഈ ഇന്റർവെല്ലിൽ ഉണ്ട്. അതേപോലെ ഈ ഇവിടെ കിട്ടിയ എക്സ് വാല്യൂസ് ഈ ഇന്റർവെല്ലിൽ ഉണ്ട്. നോക്കൂ, നമുക്ക് ഈ രണ്ട് ഇനീക്വാലിറ്റിയും ഒരുമിച്ച് വെക്കുമ്പോഴാണ് ഈ ഇനീക്വാലിറ്റി കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, രണ്ട് സെറ്റിന്റെയും ഇന്റർസെക്ഷൻ എടുക്കുക. രണ്ട് സെറ്റിന്റെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോഴാണ് ആ എക്സ് വാല്യൂസ് ഈ മൊത്തം ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുക. നോക്കൂ, അപ്പൊ ഈ രണ്ട് ഇന്റർവെല്ലിന്റെയും ഇന്റർസെക്ഷൻ എടുക്കുക. നോക്കൂ, അത് നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാം. നോക്കൂ, ഇവിടെ -1 ഉണ്ടല്ലോ. -1 എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും വരുന്നത്. അതേപോലെ ഇതിൽ 1 എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും വരുന്നത്. നോക്കൂ, ഈ സെറ്റ് എന്ന് പറയുന്നത് -1 1 ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു -1 1നെ മറ്റൊരു കളർ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാം നമുക്ക് അവിടെ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, -1 1 ഉള്ളത് ഇതാണ്. ഓക്കെ, ഇപ്പൊ നോക്കൂ, ഈ ഗ്രീനും ഈ റെഡും കോമൺ ആയിട്ട് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? അതെന്ന് പറയുന്നത് -1. ഓക്കെ, -1 ഇവിടെ -1 ക്ലോസ് ഇന്റർവെൽ സോ -1 ഇവിടെ -1/2. ഓക്കെ, യൂണിയൻ. ഇനി ഇവിടെ റെഡും ഗ്രീനും ഒരുമിച്ച് വരുന്നത് ഇവിടെ 1/2, 1. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. സോ -1 -1/2 യൂണിയൻ 1/2 1. ഇത് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ.